ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 17ാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. 17ാമത്തെ ടെസ്റ്റ് പേപ്പർ പ്രീവിയസ് ഇയർ PYQs ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? 5 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും 5 മറ്റു ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എല്ലാവരും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് അറിയാം. എന്നാലും കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റൻ ആയിരുന്നു. എന്തായിരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ എന്തായിരുന്നു? 4 IT കമ്പനീസിലെ ABCD എന്ന് പറയുന്ന കമ്പനീസിലെ ഓൾട്ടർനേറ്റീവ് മന്ത്സിലെ അല്ലെ, അതായത് ജനുവരി കഴിഞ്ഞ പിന്നെ ഫെബ്രുവരിയിൽ, മാർച്ച് പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ഉള്ള ജൂലൈ, സെപ്റ്റംബർ ആൻഡ് നവംബർ ഈ മാസങ്ങളിലെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു ഒപ്പീനിയൻ പോളിന്റെ റിസൾട്ട് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ABCD എന്നുള്ള 4 IT കമ്പനീസിന്റെ പോപ്പുലാരിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് നടന്നത്. ഇനി എന്താണ്? All the people who participate in the opinion poll each month have definitely casted their vote in favor of any one of our companies. അല്ലെ, അവിടെ പങ്കെടുത്ത എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ അനുസരിച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ദ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഇൻ ഫേവർ ഓഫ് A ആൻഡ് C. അപ്പൊ A എന്ന് പറയുന്ന കമ്പനിയുടെയും C എന്ന് പറയുന്ന കമ്പനിക്കും ഫേവർ ചെയ്തിട്ടുള്ള അല്ലെ വോട്ട്സ് ഏതൊക്കെയാണ്? ടേക്കൺ ടുഗദർ ഇൻ ജനുവരി, മെയ് ആൻഡ് സെപ്റ്റംബർ. അല്ലെ, ജനുവരിയിലെ വേണം, മെയ്യിലെ വേണം, സെപ്റ്റംബറിലെ വേണം. അല്ലെ, ഈ 3 മാസങ്ങളിലെയും എത്ര വോട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ടേക്കൺ ടുഗദർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 1.5 ലാക്ക് അല്ലെ, പിന്നെ ഇവിടെ 1 ലാക്ക് മീൻസ് 2.5 ലാക്ക് ആയി, വീണ്ടും 2 ലാക്ക്. അപ്പൊ ഇതിൽ വരുന്ന 4.5 ലാക്ക് പ്ലസ് 3 ലാക്ക് എത്രയാണ്? 7.5 ലാക്ക് അല്ലെ. 7.5 ലാക്ക് 2.5 എത്രയായി? 10 ലാക്ക്. 10 ലാക്കും 3.5 എന്ന് പറയുമ്പോൾ 13.5 ലാക്ക് ആണ് അവിടെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എയിലും സിയിലും കൂടെ ഏതൊക്കെ മാസങ്ങള്? ജനുവരി, മെയ്, സെപ്റ്റംബർ മാസങ്ങളിൽ. ഇനി എന്താണ് അടുത്ത? അത് വേണം. പിന്നെ അത് approximately dash percentage less than the number of votes polled in favor of B and D. അല്ലെ, ഇനി B ഡിയും D ഡിയും നമുക്ക് നോക്കണം. ഏതൊക്കെ മാസങ്ങളാണ്? മാർച്ച്, ജൂലൈ, നവംബർ. അല്ലെ, അപ്പൊ നമ്മളിവിടെ മാർച്ച്, ജൂലൈ, നവംബർ. അപ്പൊ 3 ലാക്ക് പ്ലസ് 1 4 ലാക്ക് പ്ലസ് 2 അല്ലെ, എത്രയാണ്? 6 ലാക്ക്. പിന്നെ ഡിയുടെ കേസിൽ വരിക്കുമ്പോൾ 6 പ്ലസ് 4 10 ലാക്ക്. 10 ലാക്ക് 4.5 14.5 അല്ലെ, 14.5 4 കൂടെ ചേർക്കുമ്പോൾ 18.5 എന്നാണ് വരിക. അപ്പൊ 13.5 എന്ന് പറയുന്നത് എന്തിനേക്കാൾ? 18.5 എത്ര പെർസെന്റേജ് കുറവാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാ ചെയ്യേണ്ടത്? 18.5 മൈനസ് 13.5 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തിനു വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? പിയിലെയും ഡിയിലെയും കൂടെ മാർച്ച്, ജൂലൈ, നവംബറിൽ ഇത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 18.5 താഴെ എഴുതി ഇൻറ്റു 100 അല്ലെ. അപ്പൊ എത്ര വരിക? 18.5 മൈനസ് 13.5 ഇറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 18.5 അല്ലെ. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 18.5 ഇൻറ്റു 100 എന്നുള്ളതാണ് വരിക. സോ ഇതിന് എന്തൊക്കെ വിട്ടു പോകും? ഇവിടെ നമുക്കറിയാം 5 18.5 അല്ലെ. 18ൽ 5 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം അല്ലെ. 3 15. ബാക്കി എത്രയാണ് ശിഷ്ടം? 3 ശിഷ്ടം. പിന്നെ 5 കൂടെ 35 ഇറക്കി എഴുതുമ്പോൾ 7 പ്രാവശ്യം. അപ്പൊ എത്രയാണ് വരിക? 100 ഡിവൈഡഡ് ബൈ 3.7 എന്ന് വരും അല്ലെ. 100 ഡിവൈഡഡ് ബൈ 3.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു 0 മുകളിൽ ഇട്ട് കൊടുക്കുക അല്ലെ. താഴെ പോയിന്റ് വരാൻ പാടില്ല. താഴെ പോയിന്റ് കളയണമെങ്കിൽ പരിപാടി എന്താ? മുകളിലും അത്രയും പോയിന്റുകൾ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1000 എന്നല്ലേ വായിക്കുക. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 37 എന്ന് വരും. 1000 ബൈ 37 ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ വരാം. 100 37 എത്ര പ്രാവശ്യം പോവും? 100 37 എത്ര പ്രാവശ്യം പോവും? 100 37 എത്ര പ്രാവശ്യം പോവാ? 37 ഇൻറ്റു 3 എന്നൊക്കെ പറയുമ്പോൾ എത്ര വരാം? ഏകദേശം 111 ഒക്കെ വരും. അപ്പൊ 37 2 പ്രാവശ്യമേ പോളൂ. അപ്പൊ നോക്കൂ, 20 സംതിങ് ആയിരിക്കും ആൻസർ. 20 സംതിങ് വരുന്ന ഒരൊറ്റ ആൻസർ അല്ലേ ഉള്ളൂ. അതേതാണ്? 27% ആണ്. ഓക്കെ, അപ്പൊ ബിയിലെയും ഡിയിലെയും കൂടെ ഫേവർ ചെയ്തിട്ടുള്ള വോട്ടുകൾ ഏതൊക്കെ മാസങ്ങൾ? മാർച്ച്, ജൂലൈ, നവംബർ മാസങ്ങളിൽ പോൾ ചെയ്യപ്പെട്ട സംഭവങ്ങൾ നോക്കുമ്പോൾ അല്ലെ അതിനേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതലാണ്? 27% കുറവാണ് എയിലെയും സിയിലെയും കൂടെ ഏതൊക്കെ മാസങ്ങളില്? ജനുവരിയില്, മെയ്യില്, സെപ്റ്റംബറിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? വാട്ട് ഇസ് ദ റേഷ്യോ പെർസെന്റേജ് ഡിക്ലൈൻ ഇൻ വോട്ട്സ് ഓഫ് പി ഇൻ മെയ് ഇൻ കമ്പാരിസൺ ടു ജനുവരി? ജനുവരിയും മെയ്യും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ കേസിൽ അല്ലെ, നമ്മൾ ബിയുടെ കേസ് എടുക്കുന്നു. ജനുവരിയും മെയ്യും, പി ജനുവരിയും മെയ്യും എത്രയാണ്? 2.5 ലാക്ക് വോട്ട് ജനുവരിയിൽ ഉണ്ടായിരുന്നത് മെയ് മാസം ആകുമ്പോഴേക്ക് 1 ലാക്ക് ആയിട്ട് കുറഞ്ഞു. അപ്പൊ എത്ര ലാക്ക് അവിടെ? എത്ര ലക്ഷത്തിന്റെ കുറവ് അവിടെ? ഡിക്ലൈൻ ഓഫ് വോട്ട്സ് എത്രയാ? 1.5 ലാക്ക് ആണ്. സോ 1.5 ഈസ് ടു അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ദ പെർസെന്റേജ് ഡിക്ലൈൻ എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. സോ അപ്പോ നമുക്ക് നോക്കാം. പെർസെന്റേജ് ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1.5 ഡിവൈഡഡ് ബൈ
എങ്ങനെയാ ചെയ്യേണ്ടത്? 2.5 ഇൻറ്റു, അതായത് നമ്മൾ ഏതിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്ന? പെർസെന്റേജ് ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ എത്ര കുറഞ്ഞു എന്ന് പറയുമ്പോൾ ജനുവരിനെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതായത് മാർച്ച് ആകുമ്പോഴേക്ക് മെയ് ആകുമ്പോഴേക്ക് ജനുവരി അപേക്ഷിച്ച് എത്ര വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ജനുവരി വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 1.5 ഡിവൈഡ് 2.5 ഇൻറ്റു 100 എന്നുള്ളതാണ് അവിടുത്തെ പെർസെന്റേജ് ഡിക്ലൈൻ എന്ന് പറയുന്ന സാധനം. ഡിവൈഡഡ് എന്താ വരുന്നത്? സിയുടെ കേസ് നവംബർ ഇൻ കമ്പാരിസൺ ടു ജനുവരി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ജനുവരി അപേക്ഷിച്ച് സിയുടെ കേസിൽ ജനുവരി അപേക്ഷിച്ച് ഏത് കേസിലേക്ക് വരുമ്പോൾ നവംബറിലേക്ക് വരുമ്പോൾ എത്രയാണ് വന്നിരിക്കുന്നത്? ടിയിൽ നിന്ന് 1.5 ലാക്ക് ആയിട്ട് കുറഞ്ഞു. അപ്പൊ അവിടെയും വന്നിരിക്കുന്ന ഡിക്ലൈൻ എത്ര തന്നെയാണ്? 1.5 ലാക്ക് തന്നെയാണ്. എന്തിനെ അപേക്ഷിച്ച്? അതായത് 3 ലക്ഷം എന്നുള്ളത് 1.5 ലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പൊ 1.5 ഡിവൈഡ് ബൈ 3.0 ഇൻറ്റു 100 അല്ലെ? സോ നമുക്കറിയാം ഈ 100ഉം 100ഉം ഓൾറെഡി വെട്ടിപ്പോവും. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? പോയിന്റ് എല്ലായിടത്തും എത്ര തന്നെയാണ്? 0.5, 0.5, 0.5, 0.0 അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ എല്ലാത്തിനെയും പോയിന്റ് കളഞ്ഞ് നമുക്ക് 15/25, പിന്നെ താഴത്തെ സാധനത്തിന് തിരിച്ചിട്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ എന്താ വരിക? 30/15 എന്നായിരിക്കും വരിക. സോ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? 15 ക്യാൻസൽ ആയി പോയി. 25ഉം 30ഉം എന്തിൽ പോവും? 5ൽ പോവും അല്ലെ? ഇവിടെ 6 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 6:5 അല്ലെ? 6/5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 6:5 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന സ്ഥലം. ക്ലിയർ ആണോ? അപ്പൊ എത്രയായിരിക്കും? 6:5 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ അല്ലെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. In all the 6 months combined, age percentage more votes are required by company A to equal the votes polled by company D. അല്ലെ? എല്ലാ മാസങ്ങളും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എയുടെ എല്ലാ മാസങ്ങളും കൂടെ എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് നോക്കാം നമുക്ക്. എക്ക് അല്ലെ? എക്ക് മൊത്തത്തിൽ എത്ര വോട്ടാണ് കിട്ടിയിരിക്കുന്നത്? 1.5 പ്ലസ് 2.5, 3.5, then 5, 7 പ്ലസ് 3, 10 ലാഖിന്റെ വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ എക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി കമ്പനി ഡിക്ക് എത്ര കിട്ടിയിരിക്കുന്നു നോക്കി. 4 plus 4 8, 8 plus 3.5 എന്ന് പറയുമ്പോൾ 11.5, 11.5 plus 4.5 എന്ന് പറയുമ്പോൾ എത്ര വരാം? 16, 16 plus 4.5 എത്ര വരും? 20.5, 20.5 plus 4 എന്ന് പറയുമ്പോൾ എത്ര? 24.5 അല്ലെ? അപ്പൊ 24.5 ലക്ഷം വോട്ടുകൾ ഇവിടെ ഡിയിൽ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇൻ ഓൾ 6 months combined, age percentage more votes are required by company A to equal the ടോട്ടൽ വോട്ട്സ് പോൾഡ് ബൈ കമ്പനി ഡി എന്ന് പറഞ്ഞാൽ കമ്പനി ഡിയിലേക്ക് കിട്ടിയ വോട്ടുകളിന് ഈക്വലന്റ് ആവണമെങ്കിൽ എത്ര പെർസെന്റേജ് വോട്ടുകൾ കൂടുതൽ വേണം? വോട്ട് കൂടുതൽ വേണം. ഏറ്റവും ആദ്യം 10 lakh to 24.5 lakh എത്ര വേണം? 14.5 lakh വോട്ടുകൾ കൂടുതൽ വേണം അല്ലെ? അത്രയും ലക്ഷം വോട്ടുകൾ കൂടുതൽ വേണം. എന്തിനേക്കാൾ കൂടുതൽ വേണം? 10 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വേണം. അപ്പൊ ഇവിടെ നമ്മൾ താഴെ എഴുതേണ്ടത് 10 ലക്ഷം എന്നുള്ള സ്ഥാനമാണ്. ഓക്കെ, ഇൻറ്റു 100 എന്നുള്ള സ്ഥാനമാണ് നമ്മൾ എഴുതാം. പിന്നെ പോയിന്റ് കളയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ വരും? 145/100 ഇൻറ്റു 100 എന്നല്ലേ വരിക. അതായത് ഇവിടെ എന്തിനെ അപേക്ഷിച്ചാണ് കൂടുതൽ വേണം എന്ന് ചോദിച്ചാൽ, അതായത് ഓൾറെഡി കമ്പനി എയിൽ കിട്ടിയ വോട്ടിനെ കൂടുതൽ എത്ര വേണം? കമ്പനി ഡിയുടെ ഈക്വൽ ആവാൻ 10 ലക്ഷത്തിനേക്കാൾ എത്ര കൂടുതൽ വേണം? 10 ലക്ഷത്തിന് എത്ര കൂടുതൽ വേണം? 4.5 ലക്ഷം വേണം. 14.5 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എന്നുള്ളതാണ് ചെയ്യുന്നത്. സോ ഇവിടെ 100 വേണ്ടി പോയ എത്ര ആൻസർ വരിക? 145% കൂടുതൽ വോട്ട് വേണം. അപ്പോ 145% കൂടുതൽ വോട്ട് കൂടി കിട്ടിയാൽ, അതായത് 10 ലക്ഷത്തിലേക്ക് അങ്ങനെ നമ്മൾ നോക്കാം. 10 ലക്ഷത്തിനേക്കാൾ 145% കൂടുതൽ. അപ്പൊ എത്ര വരിക? 14.5 ലാക്ക് വരിക. 10 ലക്ഷത്തിന് 145% എന്ന് പറയുമ്പോൾ എത്ര വരിക? 10 ലക്ഷത്തിന് 100% എന്ന് പറയുമ്പോൾ 10 ലക്ഷം തന്നെ 4.5 ലക്ഷം അല്ല 45% എന്ന് പറയുമ്പോൾ 4.5 ലക്ഷം വരും. അങ്ങനെ 4.5 കൂടി കിട്ടിയാൽ 24.5 ലക്ഷം ആവുകയും ഈക്വൽ ടു ഡി ആവുകയും ചെയ്യും അല്ലെ? സോ ഇത്രയുള്ളൂ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആസ് പെർ ടേബിൾ ഇൻ ദ മന്ത് ഓഫ് ജൂലൈ അല്ലെ? ജൂലൈ മാസത്തില് ജൂലൈ മാസത്തില് ദ വോട്ട്സ് ഓഫ് ഡി ആൻഡ് സി ആർ ഇൻ ദ റേഷ്യോ 9:5. ഡിക്കും സിക്കും കൂടെ കിട്ടിയ വോട്ടുകൾ 9:5 എന്നുള്ള ലെവലിലാണെന്ന് വിചാരിക്കാം. 4.5ഉം അതുപോലെ തന്നെ സിക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 2.5 അല്ലെ? കറക്റ്റ് അല്ലേ? 9:5 എന്നല്ലേ? 4.5 ഡിവൈഡഡ് ബൈ 2.5 എന്ന് പറയുമ്പോൾ എത്ര തന്നെ വരുന്ന? രണ്ടിലും എന്ത് പോവും? 5 പോവും അല്ലെ? പോയിന്റ് കളയുമ്പോൾ 45/25 എന്ന് വരും. 45/25 എന്ന് പറയുമ്പോൾ എത്ര വരാം? 9/5 തന്നെയാണ് വരിക. രണ്ടിലും 5 പ്രാവശ്യം അല്ല 5 എത്ര പ്രാവശ്യം പോവും? 9, ഇവിടെ 5 പ്രാവശ്യം. അങ്ങനെ 9:5 തന്നെ വരാം. വോട്ട്സ് ഓഫ് ഡി റിമെയിൻ ദ സെയിം അല്ലെ? ഡിയുടെ വോട്ടുകൾ അതേപോലെ തുടരുകയും എന്ന് വെച്ചാൽ 2.5 ലക്ഷമായി തന്നെ തുടരുകയും then the votes of C should increase age percentage to make the ratio 5:9. അപ്പൊ ഇതിനെ 5:9 ആക്കണമെങ്കിൽ, അതായത് 2.5 തന്നെയാണ് ഏതിന്റെ റേഷ്യോ? ഏതിന്റെ വോട്ട്? നമ്മുടെ
സോറി ഡിയുടെ സെയിം ആയി തുടരുകയാണ് അല്ലെ. ഡിക്ക് എത്രയായിരുന്നു 4.5 ആയിരുന്നു, അത് 4.5 ആയി തന്നെ തുടരുകയും പിന്നെ താഴെ നമുക്ക് സിയുടെ അറിയില്ല, അപ്പൊ സിയുടെ കേസിൽ നമുക്ക് സി തന്നെ എടുക്കാം. ഈക്വൽ ടു എത്രയാണ് റേഷ്യോ വരേണ്ടത്? 5/9 എന്നുള്ള റേഷ്യോ വരണമെങ്കിൽ ഈ സിക്ക് എത്രയായിരിക്കും വോട്ട് വരേണ്ടത് എന്നുള്ളതാണ്. സി അങ്ങോട്ട് പോരട്ടെ, ആ 5/9 ഇങ്ങോട്ട് പോരട്ടെ അല്ലെ. അപ്പൊ എന്ത് വരും? 4.5 ഇൻറ്റു 5/9 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരിക? 9/5 സി എന്ന് കിട്ടും. എത്ര പ്രാവശ്യം പോവും? 4.5 0.9 പ്രാവശ്യം പോവും അല്ലെ. അപ്പൊ 0.9 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 8.1 ലാക്ക് വോട്ട് കിട്ടിയാലാണ് ടോട്ടൽ സിക്ക് എത്ര വോട്ട് വേണം? 8.1 ലാക്ക് വേണം അല്ലെ. എന്നാൽ അത് എത്രയായിട്ട് മാറാം? ഏത് റേഷ്യോയിൽ മാറാം? 5:9 എന്നുള്ള റേഷ്യോയിൽ വരാം അല്ലെ. ഇനി ചോദ്യം എന്താ? then votes of C should increase by dash percentage എന്നുള്ള പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ അതായത് 8.1 ലാക്ക് ആയിട്ട് കൂടണം. 8.1 ലാക്ക് ആയിട്ട് കൂടണമെങ്കിൽ എത്ര കൂടണം എന്ന് ആലോചിച്ച് നോക്കി. സിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന 2.5 ലാക്ക് ആണ്. സോ അതിനേക്കാൾ എത്ര കൂടണം? 2.5 ലാക്ക് 8.1 ആവണമെങ്കിൽ എത്ര കൂടണം? സോ നമ്മൾ എന്ത് ചെയ്യണം? 8.1 മൈനസ് 2.5 ഡിവൈഡർ ബൈ എവിടെ നിന്നാണ് കൂടേണ്ടത്? 2.5 ലാക്ക് എന്നാണ് ഇൻറ്റു 100. ഇതായിരിക്കും നമ്മുടെ ആൻസർ. 8.1 മൈനസ് 2.5 എത്രയാണ്? 8.1 മൈനസ് 2.5 8.1 മൈനസ് 2 6.1 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 5.6 എന്ന് വരും. അപ്പൊ 5.6 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 100 ആണ് വരിക അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെറുതാക്കുമ്പോൾ എങ്ങനെ നമുക്ക് കിട്ടുക? 56/25 ഇൻറ്റു 100 എന്ന് വരും. സോ ഇതിൽ 25 100 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും ഇല്ലേ. അപ്പൊ 56 ഇൻറ്റു 4 56 ഇൻറ്റു 4 എത്രയായിരിക്കും? 56 ഇൻറ്റു 4 4 6 24 അല്ലെ. ബാക്കി 2 4 20 22. സോ അപ്പൊ എത്ര പെർസെന്റേജ് കൂടണം? 224% ഇൻക്രീസ് ചെയ്താലാണ് അല്ലെ. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന 2.5 ലാക്കിനേക്കാൾ എത്ര? 224% കൂടിയാലാണ് നമുക്ക് ഏതിന് ഈക്വലന്റ് ആയി മാറുക? ഈ റേഷ്യോയിലേക്ക് വരിക. ദാറ്റ് ഈസ് 8.1 ലാക്ക് വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടുക. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ദ അഡീഷണൽ നമ്പർ ഓഫ് വോട്ട്സ് നീഡഡ് ബൈ എ ആൻഡ് ബി ടുഗദർ ടു ഗെറ്റ് 7% മോർ വോട്ട്സ് ദാൻ ഡി ഈസ് അല്ലെ. അപ്പോ ഡിയുടെ വോട്ട് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഡിയുടെ വോട്ട് എത്രയാണ് സെപ്റ്റംബറിൽ? ഡിക്ക് 4.5 ലക്ഷം ഉണ്ട് അല്ലെ. 4.5 ലാക്ക്. ഓക്കെ. ഇതിനേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതൽ വേണം? 7% കൂടുതൽ വേണം. അപ്പൊ നമ്മൾ 4.5 ലാക്കിന്റെ എത്ര പെർസെന്റേജ് കാണണം? 7% കാണണം. എത്രയായിരിക്കും 4.5 ലാക്കിന്റെ 7%? 4.5 ലാക്ക് എന്ന് പറയുമ്പോൾ 4,50,000 അല്ലെ. 4,50,000 1% എത്രയാ? 4,500 കിട്ടും. 2 പൂജ്യം കളയുമ്പോ ഇൻറ്റു 7 ഒന്ന് ഗുണിച്ചു നോക്കി. എത്ര വരിക? 0 0 7 35 ബാക്കി 3 4 28 3 31 30,500 വോട്ട് കൂടുതൽ വേണം എന്ന് വെച്ചാൽ 4,50,000 അല്ലെ. എത്ര വേണം? 31,500 വോട്ടുകൾ കൂടി കൂടുതൽ വേണം എന്ന് വെച്ചാൽ എത്രയാണ്? 4,81,500 വോട്ട് കിട്ടിയാലാണ് അല്ലെ. അത്രയും വോട്ടുകൾ വേണം. അപ്പൊ ഇനി നോക്കൂ, എക്കും ബിക്കും കൂടെ എത്ര വോട്ട് ഉണ്ട് ടോട്ടല് സെപ്റ്റംബറില്? 2 + 2 4 ലാക്ക് ഉണ്ട്. അപ്പൊ ഇനി എത്രയും കൂടെ വേണം? 81,000. 4 ലക്ഷം വോട്ട് ഓൾറെഡി വേണം. ഇനി ഇതിനേക്കാൾ 7% സെപ്റ്റംബറിൽ ഡിക്ക് കിട്ടിയതിനേക്കാൾ 7% കൂടുതൽ വേണമെങ്കിൽ 7% കൂടുതൽ വരുമ്പോൾ എത്രയാണ്? 4,81,500 ആണ്. സോ ഇപ്പൊ എത്ര വോട്ട് കൂടുതൽ വേണം? 81,500 വോട്ട് കൂടി വേണം അവർക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഇതിന് ഈക്വലന്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ 7% മോർ വോട്ട് കിട്ടാൻ വേണ്ടി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു അല്ലെ. നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോ 2 10 2 10 10 30 30 68 68 130 ആയിരിക്കുന്നു. ഇനി അവിടെ എന്താണ് വരിക എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് കാണും പറയാം, എന്തെങ്കിലും വെച്ച് ഗുണിച്ചു പോയതാണെങ്കിൽ 2 × 5 10 10 × 3 ആണ് 30 30 × 2 68 വരില്ല അല്ലെ. ആ ഒരു കൺസെപ്റ്റ് അല്ലാന്ന് മനസ്സിലായി. ഇപ്പൊ പിന്നെയുള്ള വഴി എന്താ? വെച്ച് ഇവിടെ കൂടുന്നു നമുക്ക് നോക്കാം. 2 മീൻസ് എത്ര വെച്ച് കൂടി അവിടെ? 8 കൂടി അല്ലെ. 30 മീൻസ് 20 കൂടി. 30 68 മീൻസ് 38 കൂടി. 68 130 മീൻസ് എത്ര കൂടി? 62 കൂടി. 62 കൂടി. സോ ഇനി ഇപ്പൊ എന്താ സംഭവിച്ചേക്കണേ? 8 20 മീൻസ് 12 കൂടി. 20 38 മീൻസ് 18 കൂടി. പിന്നെ 38 62 മീൻസ് എത്ര കൂടി? 24 കൂടി. നോക്കൂ ഇവിടെ എന്താ പ്രത്യേകത? 12 18 18 24 എന്താണ് കൂടി കൂടി വരുന്നത്? 6 വെച്ച് കൂടി കൂടി വരികയാണ് അല്ലെ. അപ്പൊ അടുത്ത ഓട്ടോമാറ്റിക്കലി എത്ര വരേണ്ടത്? 24 + 30 അല്ലെ. 24 + 6 30 കൂടണം. ദാറ്റ് മീൻസ് 62 30 92 ആയിരിക്കണം ഇവിടെ കൂടണം. 130 92 എത്രയാ?
222 വരിക. സോ ദ ആൻസർ ഈസ് 222. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ മാൻ ഡിപ്പോസിറ്റഡ് സം എമൗണ്ട് ഓഫ് മണി ഇൻ എ ബാങ്ക് സം സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 3 years. അല്ലെ? And he deposited the money at 2% higher rate of interest, he would have fetched rupees 360 more. Find the amount deposited in the bank എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവം? ഓൾറെഡി നിക്ഷേപിച്ച ഒരു പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പൈസയേക്കാൾ ഒരു 2% കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ലെവലിലാണ് നിക്ഷേപിച്ചതെങ്കിൽ 3 വർഷം കൂടെ അയാൾക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു? 360 രൂപ കിട്ടുമായിരുന്നു. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രത്യേകത എന്താ? എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് കൂടുക. അപ്പോ 3 വർഷം കൊണ്ട് 360 കൂടുമായിരുന്നു. മീൻസ് ഒരു വർഷം കൊണ്ട് എത്ര കൂടുമായിരുന്നു? 360/3 എത്ര കൂടുമായിരുന്നു? 120 കൂടുമായിരുന്നു. ആ 120 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആ? 2% ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ നിക്ഷേപിച്ചെങ്കിൽ, ഇപ്പൊ നേരത്തെ 10% നിക്ഷേപിച്ചെങ്കിൽ 12% നിക്ഷേപിക്കുമായിരുന്നെങ്കിൽ 10% കിട്ടുമായിരുന്നതിനേക്കാൾ 1% കൂടുതൽ കിട്ടുമായിരുന്നു. എത്ര രൂപ കൂടുതൽ കിട്ടുമായിരുന്നു? 120 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിക്ഷേപിച്ച എമൗണ്ടിന്റെ 2% ആണ്, അഥവാ 2% ഓഫ് പ്രിൻസിപ്പൽ ആണ് ഇത്രയെന്ന് പറയുന്ന സാധനം 120 എന്ന് പറയുന്ന സാധനം. അല്ലെ? 2% ഓഫ് പ്രിൻസിപ്പൽ ഇസ് 120 ആണെങ്കിൽ 1% ഓഫ് പ്രിൻസിപ്പൽ എത്രയാ? 1% എത്രയാ? 1% എന്ന് പറയുന്നത് 120ന്റെ പകുതിയായിട്ട് 60 ആണ്. സോ 100% എത്രയായിരിക്കും? 100% ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 പൂജ്യം ഇട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് എത്ര രൂപയായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക? 6000 രൂപ നിക്ഷേപിച്ചാലാണ് ഈ ഒരു റേറ്റ് കൂടുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 0.22 അല്ലെ? 0.22 into 0.22 into 0.22 അങ്ങനെയുള്ള ഒരു സംഭവം നടക്കണം. നമ്മളിത് ഓൾറെഡി 1-2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സാധനമാണ്. സോ എന്നാലും നമുക്ക് ഒന്നുകൂടി എടുക്കും. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം ഈ താഴെയുള്ള 0.66 എന്നും 0.66 എന്നും 0.66 എന്നും നമുക്ക് എന്തിനെ പുറത്തേക്ക് എടുക്കാം? താഴെയുള്ള സാധനം മാത്രം കേട്ടോ. മുകളിലുള്ള സാധനത്തിന് ഇപ്പൊ ഞാൻ തൽക്കാലം എക്സ് ആയിട്ട് എടുക്കുന്നു. എക്സ് ഡിവൈഡർ ബൈ താഴെയുള്ള സാധനത്തിന് മാത്രം നമ്മൾ ഈ 0.66ന് നമ്മൾ എങ്ങനെ എടുക്കുന്നു? 0.22 into 3 എന്ന് എടുക്കുന്നു. ഓക്കെ. മുകളിൽ എക്സ് ഉണ്ട്. മുകളിൽ ഒരു മിനിറ്റ്, മുകളിൽ എക്സ് കിടക്കുന്നുണ്ട്. ഡിവൈഡർ ബൈ താഴെ എന്താ വരുന്നത്? 0.22 into 3 into 0.22 into 3. പിന്നെ വീണ്ടും 0.22 into ആണല്ലോ. യെസ്, അതവിടെ കിടക്കട്ടെ. അടുത്തത് 0.066 എന്ന് നമ്മൾ എന്തിനെ പുറത്തേക്ക് എടുക്കുന്നു? 0.022നെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ 0.022 into 3. പിന്നെ അടുത്തത് 0.022 into 3 അല്ലെ? അടുത്തതും 0.022 into 3. ഓക്കെ. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുത്തുന്നു. ഇനി അപ്പൊ നമ്മുടെ മുകളിലുള്ള 0.22 0.022 ഇവിടെ വന്നല്ലോ. ഇനി 3 into 3 into 3 എത്രയാ? 3 into 3 into 3 27 ആണ് അല്ലെ? അപ്പൊ ഇതിന്ന് എല്ലാത്തിനും എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതും. 27 into മുകളിൽ എക്സ് ഉണ്ട് ഇടാം. ഈക്വൽ ടു എക്സ് ഡിവൈഡർ ബൈ എന്നുള്ള ലെവൽ വരുന്നു. 27 into 0.22 into 0.22 അല്ലെ? ഇൻറ്റു 0.22 3 0.22 നമ്മൾ ഗുണിച്ച് ചെയ്തുന്നില്ല. 27 എന്നുള്ള സാധനത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അതോ 0.0 ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പ്ലസ് ഇവിടെ കിടന്നോടെ. 3 into 3 into 3 3 into 3 into 3 എത്ര കിട്ടും? 27 എന്ന് കിട്ടും. 27 into 0.022 into 0.022 into 0.022 അല്ലെ? സോ ഇതിന്ന് രണ്ടിലും കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്? 27 വരുന്നുണ്ട്. ആ 27 നമ്മൾ പുറത്തേക്ക് എടുത്താലോ? എക്സ് ഡിവൈഡഡ് ബൈ 27 into എത്ര വരിക? 0.22 into 0.22 into 0.22 പ്ലസ് ഇവിടെ നിന്ന് നമ്മൾ 27 പുറത്തേക്ക് എടുത്തു. ബാക്കി 0.022 into 0.022 into 0.022 അല്ലേ ഉണ്ടാവുക? അതെന്ന് പറയുന്നത് എന്താണ് സംഭവം? മുകളിൽ എഴുതിയിരിക്കുന്ന ഇതേ എക്സ് തന്നെ. സോ അപ്പൊ ഇവിടെ എക്സ് എന്ന് വരും. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? 1/27 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/27. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് കോൺസ്റ്റബിൾ എന്നുള്ളതിന് 90 എന്നും സ്റ്റേബിൾ എന്നുള്ളതിന് 59 എന്നും കൂടിയാണെങ്കിൽ പോർട്ടബിളിനെ എങ്ങനെ കൂടിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ കോൺസ്റ്റബിൾ എന്നുള്ള സ്ഥാനത്തിലെ നമുക്ക് ഈ നമ്പർ ഒക്കെ വെച്ച് കൂടിയാണെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇതിൽ ലെറ്റേഴ്സ് എത്രാമത്തേക്ക് വരുന്നത് എന്നുള്ള നമ്മളൊന്ന് എടുത്ത് നോക്കാം അല്ലെ? സി എന്ന് പറയുന്നത് 3-മത്തെയാണ്. ഒ എന്ന് പറയുന്നത് എത്രാമത്തെയാ? ഒ 15-മത്തെയാണ് അല്ലെ? എൻ എന്ന് പറയുന്നത് 14-മത്തെയാണ്. എസ് 19-മത്തെയാണ് അല്ലെ? ടി 20-മത്തെയാണ്. എ 1-മത്തെയും ബി 2-മത്തെയും എൽ 12-മത്തെയും ഈ 5-മത്തെയാണ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാൻ നോക്കും? 3 15 18 18 14 32 32 42 9 51 51 20 71 72 74 74 10 84 86 5 91. കോൺസ്റ്റബിളിനെ നമ്മൾ എങ്ങനെ കൂടി? 91 എന്ന് കൂടിയിരിക്കുന്നു. സ്റ്റേബിളിന് അപ്പൊ എത്രയാണ് കൂടിയിരിക്കുന്നത്? 59. അപ്പൊ ഇതിന്റെ അക്കങ്ങൾ കൂട്ടി തന്നെയായിരിക്കും, അതിന്റെ പൊസിഷൻസ് കൂട്ടി തന്നെയായിരിക്കും അല്ലെ? നമുക്ക് വേണ്ടത് പോർട്ടബിളിനെ എങ്ങനെ കൂടിയും എന്നുള്ളതാണ്.
പോർട്ടബിൾ എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതുന്നു. പിയുടെ പി എത്രാമത്തെയാ? 16-മത്തെയാണ് അല്ലെ. ഓ എത്രാമത്തെയാ? ഓ 15-മത്തെയും. ആർ എത്രാമത്തെയാ? ആറ് 18-മത്തെയും. ടി 20-മത്തെയും. എ 1-മത്തെയും. പി 2-മത്തെയും. എല്ലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എത്രയൊക്കെയാണ്? 12ഉം 5ഉം ആണ് അല്ലെ. യെസ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ. 16ഉം 15ഉം 31. 31ഉം 18 എന്ന് പറയുമ്പോൾ എത്ര വരിക? 49. 49 വരുമ്പോൾ 69. 70. 72. 72ഉം 10ഉം 82. 2ഉം 84 5ഉം എത്രയാണ് വരിക? 89 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ദ ആൻസർ ഈസ് 18. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ മാൻ സോൾഡ് an article at a profit of 6.5%. If he had sold the article for rupees 1250 more, he would have earned a profit of 10%. അല്ലെ? What is the cost price of the article? അപ്പൊ നമ്മൾ 6% പ്രോഫിറ്റിന് വിറ്റു. ഇനി അത് ഒരു 1250 രൂപയും കൂടെ കൂടുതൽ വിറ്റിരുന്നുവെങ്കിൽ എത്ര ശതമാനം ലാഭം കിട്ടുമായിരുന്നു? 10% ലാഭം കിട്ടുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 6% വിറ്റതിനേക്കാൾ 1250 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 10% കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു 3.5%. അതായത് 6% വിൽക്കുന്നതിനേക്കാൾ 10% എന്ന് പറയുമ്പോൾ എത്ര ശതമാനം കൂട്ടി വിറ്റു? 3.5% കൂട്ടി വിറ്റു. എന്തിനേക്കാൾ? അതിന്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ 3.5% കൂട്ടി വിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കൂടുതൽ കിട്ടുമായിരുന്നു? 1250 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. മീൻസ് 1250 ആണ് ഇവിടെ എക്സ്ട്രാ വരുന്നത്. 3.5% എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുക? 3.5% ഓഫ് കോസ്റ്റ് പ്രൈസ് 1250 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൽ 1% ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ 100% കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ട? കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതല്ലേ ചോദ്യം. 1250 ആ 3.5% ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവാ? 100/3.5 എന്നാവും. 3.5% പറയുമ്പോൾ എത്രയാണ്? 3.5 ഡിവൈഡ് ബൈ 100 അല്ലേ? അത് ഇപ്പുറത്തേക്ക് വരും 100/3.5 വരും. 1250 ഇൻറ്റു 100/3.5 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3.5ലെ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1250 ഇൻറ്റു 100/35 എന്ന് എഴുതാം. നമുക്കറിയാം 35 1250 എന്തിന് പോവും? 5ൽ പോവും അല്ലെ? എത്ര പ്രാവശ്യം പോവും? 12ൽ 5 2 10 അല്ലെ? ബാക്കി 25ൽ 5 പ്രാവശ്യം അല്ലെ? അപ്പൊ 250 എന്നാണ് കിട്ടും. 35ൽ 5 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം പോവും അല്ലെ? പിന്നെ നമുക്കറിയാം 250ഉം 7ഉം വെട്ടി ചെറുതാക്കാൻ വേണ്ടി പറ്റുമോ? 250ഉം 7ഉം വെട്ടി ചെറുതാക്കൽ അത്ര എളുപ്പമല്ല. എന്നാലും നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. 25ൽ 7 എത്ര പ്രാവശ്യം പോവും? 3 7 21 അല്ലെ? ബാക്കി 4 ശിഷ്ടം. 40ൽ 7 എത്ര പ്രാവശ്യം പോവും? 7 35. ബാക്കി എത്രയാണ്? 40 5 പോയ 40 35 പോയ 5 ശിഷ്ടം ഉണ്ടാവും. ആ 5ഉം പിന്നെ പോയിന്റ് ഇട്ടിട്ട് 0 എഴുതി കഴിഞ്ഞാൽ 50 7 49 ഇങ്ങനെയല്ലേ പോവാം. അപ്പൊ ഏകദേശം 35.7 ഇൻറ്റു 100 35,700 കറക്റ്റ് അല്ല, 35,700 സംതിങ് ഒക്കെ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ ആൻസർ വരിക. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസറിൽ ഇല്ല അല്ലെ? അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 35,700 ഒക്കെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിലാണ് നമുക്കിവിടെ ഈ ഒരു ലെവലിൽ കിട്ടും. അപ്പൊ ഇതിലെ ഓപ്ഷൻസിൽ തെറ്റുണ്ട്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ ആ ക്വസ്റ്റിനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരിക? 35,700 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ആൻസർ വരിക, കറക്റ്റ് ആൻസർ വരിക. യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ അതിൽ ആ ഒരു ചോദ്യം ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു ചോദ്യം ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചത്തെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും. അപ്പൊ ഇതുവരേക്കും താങ്ക് യു വെരി മച്ച്.